ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മോണപഴുപ്പും അതുപോലെ തന്നെ നീർക്കെട്ടും ഒക്കെ തുടക്കത്തിൽ തന്നെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഹോം റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. മോണപഴുപ്പിൻ്റെ പ്രധാന ലക്ഷണങ്ങളെന്ന് പറയുന്നത് മോണയിലുണ്ടാകുന്ന അണുബാധയും പിന്നെ ആ ഭാഗത്ത് വേദനയും അസ്വസ്ഥതയും ഒക്കെയാണ്. വായ് തുറക്കുമ്പോൾ വേദന അനുഭവപ്പെടുക, അതേപോലെ തന്നെ മോണ ചുവന്ന് ഇരിക്കുക, രക്തം വരിക, ഇത്തരം ബുദ്ധിമുട്ടുകളും പിന്നെ മുഖത്ത് വേദന അനുഭവപ്പെടുക, പനി, ഇതൊക്കെയാണ്. ഓരോരുത്തരിലും ഓരോ രീതിയിലായിരിക്കും, എല്ലാം കൂടി വരണമെന്നില്ല, ചിലർക്ക് ചില ലക്ഷണങ്ങളായിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം മോണപഴുപ്പ് വന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ള ഒന്ന് തന്നെയാണ് വെളുത്തുള്ളി. അപ്പോൾ ഇതൊരു പ്രകൃതിദത്ത ബാക്ടീരിയ നാശിനിയാണ്. അപ്പോൾ മോണപഴുപ്പ് ഉണ്ടാകുമ്പോൾ നമ്മുടെ പല്ലിന് ചുറ്റുമുണ്ടാകുന്ന മോശം ബാക്ടീരിയകളെയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി അല്ലി. അപ്പോൾ 2 വെളുത്തുള്ളി അല്ലിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് വേണ്ടത് വെറ്റിലയാണ്. വെറ്റില എല്ലാവരുടെയും വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കേണ്ട ഒന്നാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇല്ലാത്തവർ വിഷമിക്കേണ്ട, വെറ്റില ഒഴിവാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. വെറ്റിലയുടെ 4-5 ഞെട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന വേദന അല്ലെങ്കിൽ മോണയ്ക്കുണ്ടാകുന്ന വേദന, ഇതിനൊക്കെ ആശ്വാസം നൽകാനായിട്ട് വെറ്റിലയ്ക്ക് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ വെറ്റില എടുത്തത്. അണുബാധകളിൽ നിന്ന് സംരക്ഷണം നൽകും. പല്ലുവേദന, മോണരോഗങ്ങൾ ഇതൊക്കെ അകറ്റാനായിട്ടും നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും അതേപോലെ തന്നെ വെറ്റിലയുടെ ഞെട്ടും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഈ ചതച്ച് വെച്ചിരിക്കുന്നത് നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കല്ലുപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 1 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ അടപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സത്തെല്ലാം നന്നായിട്ട് ഇറങ്ങുന്ന രീതിയിൽ കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളിത് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വെക്കുക. ചെറിയ ചൂടിൽ വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അപ്പം നമ്മൾ വെറ്റിലയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ഈ ഒരു വെള്ളം റെഡിയായിട്ടുണ്ട്. ഈ വെള്ളം ഉപയോഗിച്ച് നമ്മൾ വായിൽ കൊള്ളുകയാണ് ചെയ്യുന്നത്. എവിടെയാണോ പ്രശ്നമുള്ളത് ആ സ്ഥലത്ത് കൂടുതലായിട്ട് നമ്മൾ ആ സൈഡിലേക്ക് വെച്ചിട്ട് നമ്മൾ വായിൽ കൊണ്ട് എത്ര സമയം നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റുമോ അത്രയും സമയം വെക്കുക. അതിനുശേഷം തുപ്പിക്കളയുക. ആ ഒരു രീതിയിൽ നമുക്ക് പല തവണകളായിട്ട് ചെയ്യാം. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നല്ലൊരു റിസൾട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മോണരോഗങ്ങൾ വന്നിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതെന്തിൻ്റെ ലക്ഷണമാണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളവർ അത് കൂടാനായിട്ട് നിൽക്കാതെ ആ ഫസ്റ്റ് ഡേ തന്നെ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് മാറിക്കിട്ടുന്നതാണ്. അല്ലാതെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടതാണ്. അതനുസരിച്ചുള്ള മെഡിസിൻസ് കഴിക്കേണ്ടിയൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ള ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്.